നമസ്കാരം. ആരോ വിഷനിലേക്ക് സ്വാഗതം. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പാക് സൗദി പ്രതിരോധ സഹകരണ കരാർ നടന്നുവല്ലോ. ചരിത്രപരമായ വസ്തുതകൾ മനസ്സിലാക്കിയാൽ നമുക്ക് അറിയുന്ന ഒരു കാര്യം, 80കളുടെ അന്ത്യത്തിൽ സൗദി അറേബ്യ അമേരിക്കയിൽ നിന്നും എവാക്സ് വിമാനങ്ങൾ വാങ്ങിയപ്പോൾ തന്നെ ഇന്ത്യൻ വ്യോമസേനയുടെ ഉറക്കം കെടുത്തിയ ഒരു ആശങ്കയുണ്ടായിരുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇനിയൊരു യുദ്ധമുണ്ടായാൽ സൗദിയുടെ എവാക്സുകളുടെ സേവനം പാകിസ്ഥാന് ലഭിക്കുമോ എന്നായിരുന്നു ആശങ്ക. ശത്രു വിമാനങ്ങളെ അകലെ നിന്ന് തന്നെ കണ്ടെത്താൻ കഴിയുന്ന പറക്കുന്ന റഡാറുകളാണ് എവാക്സ് വിമാനം. 80കളിൽ തന്നെ സൗദി അറേബ്യ അമേരിക്കയിൽ നിന്ന് F-15 വിമാനങ്ങൾ വാങ്ങിയതും ഇന്ത്യയിൽ ആശങ്ക ഉയർത്തി. ആപൽഘട്ടത്തിൽ പാകിസ്ഥാൻ വ്യോമസേന ഇവ വാടകയ്ക്കെടുക്കുമോ എന്നായിരുന്നു ഇന്ത്യയുടെ ചിന്ത. എന്നാൽ സൗദി സൈനികരെ പരിശീലിപ്പിക്കാനും സാങ്കേതിക ഉപദേശം നൽകാനുമായി 1967 മുതൽ ഇതിനോടകം ഏതാണ്ട് 8000-ഓളം പാക് സൈനിക ഉദ്യോഗസ്ഥർ സൗദിയിൽ പോയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. പാകിസ്ഥാന്റെ കൈവശമില്ലാത്ത അത്യാധുനിക ആയുധങ്ങളിൽ പലതും അവർ അവിടെ വച്ച് പരിചയം നേടിയിട്ടുണ്ടെന്നാണ് പൊതുവെ പറയുന്നത്. എവാക്സിന് സമാനമായ വിമാനവും റഡാറുകളും സ്വന്തമായി വികസിപ്പിച്ചും MiG-29, മിറാഷ് 2000, സുഖോയ് 30, MKI, ഒടുവിൽ അടുത്ത കാലത്ത് റഫാൽ തുടങ്ങിയ അത്യാധുനിക യുദ്ധവിമാനങ്ങൾ വാങ്ങിയും അതിനെല്ലാം ഉപരി സൗദിയും മറ്റ് ഗൾഫ് രാജ്യങ്ങളുമായുമുള്ള നയതന്ത്ര ബന്ധം ശാക്തിക താന്ത്ര തലത്തിലേക്ക് ഉയർത്തിയുമാണ് ഈ ആശങ്കകൾ ഇന്ത്യ ദൂരീകരിച്ചു പോന്നത്. എന്നാൽ നയതന്ത്ര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വ്യക്തിപരമായ ഇടപെടൽ പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. കഴിഞ്ഞ 11 കൊല്ലത്തിൽ 3 തവണയാണ് അദ്ദേഹം സൗദി അറേബ്യ സന്ദർശിച്ചത്. എങ്കിലും ഇപ്പോൾ ഇന്ത്യയുടെ ഉറക്കം കെടുത്താൻ പഴയ ആശങ്കകൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. പാകിസ്ഥാനും സൗദിയും തമ്മിൽ കഴിഞ്ഞ ദിവസം നടന്ന പ്രതിരോധ സഹകരണ ഉടമ്പടി ഒപ്പിട്ടതോടെയാണ് ഇത് വീണ്ടും ആശങ്കപ്പെട്ടു തുടങ്ങിയത്. സാധാരണഗതിയിൽ പ്രതിരോധ രംഗത്ത് സാങ്കേതികമായി സഹകരിക്കുക, സംയുക്ത സൈനികാഭ്യാസം നടത്തുക, പരിശീലന സ്ഥാപനങ്ങളിൽ സൈനിക ഉദ്യോഗസ്ഥന്മാർക്ക് പരസ്പരം പ്രവേശനം നൽകുക തുടങ്ങിയവയാണ് പ്രതിരോധ സഹകരണ ഉടമ്പടികളിലൂടെ ഉദ്ദേശിക്കുന്നത്. മൂന്നാം രാജ്യങ്ങളുമായുള്ള യുദ്ധത്തിലോ സൈനിക നടപടിയിലോ ഇടപെടാൻ ഉതകുന്ന ഉടമ്പടികൾ മറ്റൊരു തലത്തിലാണ്. അവ സൈനിക സഖ്യങ്ങളാണ്. ഏതാണ്ട് ആ രീതിയിലുള്ള ഒരു ഉടമ്പടിയാണ് ഇപ്പോൾ പാകിസ്ഥാനും സൗദിയും തമ്മിൽ ഒപ്പിട്ടിരിക്കുന്നത്. ഒരു രാജ്യത്തിനെതിരെ ആക്രമണമുണ്ടായാൽ അത് മറ്റേ രാജ്യത്തിന് നേർക്കുണ്ടായ ആക്രമണത്തിന് സമാനമായി കരുതി പ്രവർത്തിക്കാൻ ഉതകുന്നതാണ് ഈ പുതിയ ഉടമ്പടി. ചുരുക്കത്തിൽ, പാകിസ്ഥാനെ ആരെങ്കിലും ആക്രമിച്ചാൽ അത് സൗദിയെ ആക്രമിച്ചതായി കരുതി സൗദിക്ക് വേണമെങ്കിൽ ഇടപെടാം. അതുപോലെ തന്നെ തിരികെ. അമേരിക്കയുടെ ശാക്തിക കുടക്കീഴിലുള്ള രാജ്യങ്ങളാണ് ഖത്തറും സൗദിയും. രണ്ട് രാജ്യത്തും ആയിരക്കണക്കിന് അമേരിക്കൻ സൈനികരും ഒട്ടേറെ സൈനിക താവളങ്ങളുമുണ്ട്. ഇത്രയൊക്കെ ഉണ്ടായിട്ടും ഖത്തറിനെതിരായ ആക്രമണം തടയാൻ അമേരിക്ക തയ്യാറായില്ല എന്നതാണ് സൗദിയെ ഒന്ന് ഇരുത്തി ചിന്തിപ്പിച്ചത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇസ്ലാമിക ലോകത്തെ ഏക ആണവശക്തിയായ പാകിസ്ഥാനുമായി ഉടമ്പടിക്ക് സൗദിയെ പ്രേരിപ്പിച്ചിരിക്കുന്നതെന്ന് കരുതുന്നതും ഇതുതന്നെയാണ്. 3 മാസം മുമ്പ് ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യയിൽ നിന്ന് ഏറ്റ പ്രഹരമാകാം പാകിസ്ഥാനെ ഇതിന് പ്രേരിപ്പിച്ചത്. കാരണം ചൈന സൈനിക സാങ്കേതിക സഹായം നൽകിയെങ്കിലും പ്രഹരം തടയാൻ, അതായത് ഇന്ത്യയുടെ അടി തടയാൻ ചൈനയ്ക്കായില്ല. ഇന്ത്യയുമായി നല്ല ബന്ധം പുലർത്തുന്ന സൗദിയുമായി സൈനിക സഖ്യത്തിൽ ഏർപ്പെടുന്നതോടെ ഇനിയൊരു പ്രഹരത്തിന് മുമ്പ് ഇന്ത്യ പലതവണ ആലോചിക്കുമെന്ന ചിന്തയാവാം പാകിസ്ഥാൻ്റെ ഈ നീക്കത്തിന് പിന്നിൽ. അതായത് സുഹൃത്തിൻ്റെ സുഹൃത്തിനെ പ്രഹരിക്കുമോ എന്നുള്ളതാണ്. കാരണം ഇന്ത്യ പാകിസ്ഥാനെ അടിച്ചാൽ തിരിച്ച് സൗദിയും അതിൽ ഇടപെടുമോ എന്നൊന്ന് ഇന്ത്യ ചിന്തിച്ചെന്നിരിക്കും എന്നാണ് പാകിസ്ഥാൻ്റെ ധാരണ. മാത്രമല്ല, ഇറാനും ഇറാഖും ഒഴികെയുള്ള മിക്ക പശ്ചിമേഷ്യൻ ഇസ്ലാമിക രാജ്യങ്ങളും ഇസ്രായേലിൻ്റെ കടന്നാക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഇസ്രായേലിൻ്റെ സുഹൃത്തായ അമേരിക്കയുമായി സൗഹൃദം പുലർത്തുന്ന ഒരു നയമാണ് ഇതുവരെയും സ്വീകരിച്ചു പോന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ അമേരിക്കയുമായുള്ള സൗഹൃദം ഇസ്രായേലിനെതിരെ ഒരു സുരക്ഷാ ഗ്യാരണ്ടിയല്ല എന്ന സത്യം, അല്ലെങ്കിൽ ആ ബോധ്യം പശ്ചിമേഷ്യൻ രാജ്യങ്ങളെ ഗ്രസിച്ചിരിക്കുന്നതിൻ്റെ തെളിവാണ് സൗദി പാക് ഉടമ്പടി. കാരണം അമേരിക്കയുമായി സൗഹൃദമുണ്ടായിട്ടും ഗൾഫിലെ സുരക്ഷ അമേരിക്ക നോക്കിക്കൊള്ളാം എന്ന രീതിയിൽ ഗൾഫിൽ പലയിടങ്ങളിലും അമേരിക്കയ്ക്ക് എയർബേസുകളുണ്ട്. എന്നിട്ട് പോലും ഇസ്രായേൽ ഖത്തറിനെ അടിച്ചിരിക്കുന്നു. എന്നിട്ട് അത് അറിയാനോ തിരിച്ചറിയാനോ അതിനെ തടയാനോ അമേരിക്ക ശ്രമിച്ചില്ല. അപ്പോൾ ആ അമേരിക്കയെ എങ്ങനെ വിശ്വസിക്കും? അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ആണവശക്തി, ഗൾഫിലെ ഒരു രാജ്യങ്ങൾക്കും ആണവ ഇതില്ലല്ലോ,
അത് കാരണം ആ ഗൾഫിൽ മുസ്ലിം രാജ്യങ്ങളിൽ ആണവ ശക്തി എന്ന് പറയുന്നത് പാകിസ്ഥാനാണ്. അതുകൊണ്ടായിരിക്കാം സൗദി അറേബ്യ എത്രയും പെട്ടെന്ന് പാകിസ്ഥാനുമായി ഉടമ്പടിക്ക് തയ്യാറായത് എന്നുള്ളതാണ് ഒരു ശരിയായ വസ്തുത. എന്തായാലും ഈ കരാറിനെ തുടർന്ന് തന്നെ മറ്റ് പല അറബ് രാജ്യങ്ങളുമായും പാകിസ്ഥാൻ കരാർ ഒപ്പിടാൻ വേണ്ടി ഒരു അന്വേഷണത്തിലാണ്. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ പലരും പാകിസ്ഥാനുമായി കരാറിൽ ഏർപ്പെടാനുള്ള സാധ്യതയും ഇന്ത്യ ശ്രദ്ധിക്കുന്നുണ്ട്. എന്തായാലും ഇന്ത്യക്ക് ആശങ്കപ്പെടേണ്ട ഒരു കാര്യമില്ല. കാരണം സൗദി പ്രത്യേകിച്ചും പറഞ്ഞിട്ടുണ്ട് തീവ്രവാദ ആക്രമണങ്ങൾക്ക് എന്നും എതിരാണെന്ന്. ഇന്ത്യ തീവ്രവാദ പ്രവർത്തനങ്ങളോ നമ്മുടെ രാജ്യത്തെ ആക്രമിച്ചാൽ മാത്രമേ ഇന്ത്യ തിരിച്ചാക്രമിക്കുകയുള്ളൂ. അല്ലാതെ ഒരിക്കലും ഇന്ത്യ പാകിസ്ഥാൻ അങ്ങോട്ട് കയറി ആക്രമിക്കുന്ന ഒരു രാജ്യമല്ല, പാകിസ്ഥാനല്ല ഒരു രാജ്യത്തെയും. അതുകൊണ്ട് തന്നെ അങ്ങനെ പാകിസ്ഥാൻ ഇന്ത്യയിലൊരു തീവ്രവാദി ആക്രമണം നടത്തുകയോ അല്ലെങ്കിൽ ഇന്ത്യക്കുള്ളിൽ പാകിസ്ഥാൻ മറ്റെന്തെങ്കിലും വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തുകയോ ചെയ്താൽ അതിന് ശക്തമായ മറുപടി നൽകാൻ ഇന്ത്യക്ക് അധികാരമുണ്ട്. ഇന്ത്യ നൽകുക തന്നെ ചെയ്യും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.